ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശരീരത്തിന് പോഷകസമൃദ്ധമായ ആഹാരം ആവശ്യമെന്നതുപോലെ മനസ്സിനും നല്ല ചിന്തകളാകുന്ന പോഷകാഹാരം ആവശ്യമാണ്. നമ്മൾ സ്ഥിരമായി ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കും, അസുഖങ്ങൾ വർദ്ധിക്കും. അതുപോലെ മനസ്സിൽ ദുഷ്ചിന്തകൾ വർദ്ധിച്ചാൽ ക്രമേണ മനസ്സ് ദുർബലമാകും. അതിനാൽ മനസ്സിൽ സദാ നല്ല ചിന്തകൾ വളർത്തണം. ഉപ്പുവെള്ളത്തിൽ തുടർച്ചയായി ശുദ്ധജലം ഒഴിച്ചാൽ ഉപ്പുരസം ക്രമേണ നഷ്ടമാകും. അതുപോലെ ദുഷ്ചിന്തകളെ സത്ചിന്തകൾ കൊണ്ട് മാത്രമേ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയൂ. ദുഷ്ചിന്തകൾ മനസ്സിൽ വേരുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയെ പറിച്ചു മാറ്റാൻ പ്രയാസമാണ്. അതിനാൽ അവയ്ക്ക് മനസ്സിൽ ഇടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല ചിന്തകൾക്ക് മാത്രം മനസ്സിൽ ഇടം നൽകാനും ദുഷ്ടചിന്തകളെ വെടിയാനും ബോധപൂർവം ശ്രമിക്കുന്നവർ വളരെ വിരളമാണ്. നമ്മുടെ റെസിഡൻസ് കോളനികളിലും വീടുകളിലും ഉള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ അപരിചിതർ വാഹനം പാർക്ക് ചെയ്യാൻ നമ്മൾ ആരും അനുവദിക്കാറില്ല. എന്നാൽ നമ്മുടെ ആന്തരിക ലോകത്തെ പാർക്കിംഗ് സ്ഥലമായ മനസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ജാഗ്രത പുലർത്താറില്ല. സാധാരണയായി എത്രയോ അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറിക്കൂടുകയും എത്ര നേരത്തേക്ക് വേണമെങ്കിലും അവിടെ ഇടം പിടിക്കുകയും ചെയ്യാറുണ്ട്. നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കേണ്ട ചിന്തകളെ വിവേകപൂർവം തിരഞ്ഞെടുക്കാനും ദുഷ്ചിന്തകളെ ഒഴിവാക്കാനും നമുക്ക് കഴിയണം. ദുഷ്ചിന്തകൾ നമ്മെ ദുഷ്കർമ്മങ്ങളിലേക്കും സത്ചിന്തകൾ സത്കർമ്മങ്ങളിലേക്കും നയിക്കുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്ക് കാരണം നമ്മൾ മുൻപ് ചെയ്ത കർമ്മങ്ങളാണ്. ഇന്നത്തെ കർമ്മമാണ് നാളത്തെ വിധിയായി തീരുന്നത്. അതിനാൽ നമ്മുടെ ഇപ്പോഴത്തെ കർമ്മങ്ങൾ നന്നാകണം. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമേ ഈശ്വരകൃപയ്ക്ക് ആകാൻ കഴിയൂ. നല്ല കർമ്മങ്ങളാകട്ടെ നല്ല ചിന്തയിൽ നിന്നാണ് ഉദയം കൊള്ളുന്നത്. അതിനാൽ എപ്പോഴും മനസ്സിൽ നല്ല ചിന്തകൾക്ക് മാത്രമേ സ്ഥാനം നൽകാവൂ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.